മക്കളെ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളെല്ലാവരും പ്രസൻ്റ്ലി എന്താണ് 9ാം ക്ലാസ്സിലെ കുട്ടികൾ കുഞ്ഞു മക്കളാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹൈസ്കൂളിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മക്കളാണ് നിങ്ങൾ. അതുകൊണ്ടാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് മിസ് പറയുന്നത്? അതല്ല. അതായത് ഇപ്പം നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഹൈസ്കൂൾ സെക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിന് പുറമേ നിങ്ങളൊരു ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ഇതൊക്കെ മിസ് എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഒരിക്കലും അല്ല. ഇപ്പം നമ്മുടെ മുന്നിൽ എന്താണ്, നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾക്കിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെയും വിളിച്ച് പറയണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മൾ റൂട്ട് മാറ്റി പോകും, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടേക്ക് പോകാതിരിക്കും അല്ലേ. നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കും നമ്മൾ ആ ഒരു കാര്യം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളോടൊപ്പം കാലാവസ്ഥാ വകുപ്പ് എന്ത് ചെയ്യാണ്? ഒരു നിർദ്ദേശം തരികയാണ്, ഇന്ന് എന്താണ് നിങ്ങളൊന്നും ഇവിടെ പോകരുത്, ഇന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ വഴി പോവില്ല. അപ്പോൾ അതേപോലെ എൻ്റെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരാൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ആ കാര്യങ്ങളാണ് മിസ് പറയാൻ പോകുന്നത്. നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും ഫുൾ A+ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫുൾ A+ എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല മെഷേഴ്സും ഇപ്പം നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ക്വസ്റ്റ്യൻസിൻ്റെ രീതി മാറ്റുന്നുണ്ട്, പാറ്റേൺ മാറ്റുന്നുണ്ട്, A+കളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുന്ന നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ എൻ്റെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് മിസ് ആദ്യം പറയേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. നന്നായിട്ട് പഠിക്കാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ എക്കാലത്തും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്കോർ ഉണ്ടാവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. അതാണ് നമ്മളുടെ ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സിലബസിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ 10ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അല്ലെ, ഈ വർഷം ചില ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് നിർഭാഗ്യവശാൽ നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. അപ്പം നിങ്ങൾ എത്തുമ്പോഴെന്താ മിസ്, ഞങ്ങൾ എത്തുമ്പോഴെന്താ എപ്പോഴും ഇങ്ങനെ? പക്ഷേ മക്കളെ, എപ്പോഴും ഈ ടെക്സ്റ്റ് ബുക്ക് മാറുന്നത് എന്തിനാണ്? നല്ല റിവൈസ്ഡ് ആക്കുകയാണ്, ഏറ്റവും ബെസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ആ ബെസ്റ്റ് ആയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാം തന്നെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല, ഗൈഡുകൾ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ ബാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സിലബസിൻ്റെ ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ കിട്ടും. ആൻഡ് ആ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ്, ഇപ്പം നമ്മുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും? നോട്ട്സ് എവിടെയും കിട്ടാനില്ല. പക്ഷെ നമ്മുടെ എക്സാമിനിൽ നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ ക്ലാസ്സുകളുടെ നോട്ട്സ് എൻ്റെ മക്കൾക്ക് കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് ഇനി റെക്കോർഡഡ് ക്ലാസ്സസ് ആണോ വേണ്ടത്, അതും അവിടെ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് പഴയ ബുക്കല്ലേ? മക്കളെ, പഴയ ബുക്ക് നിങ്ങൾക്ക് തന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ നമ്മളുടെ ബുക്ക്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ഏറ്റവും പുതിയ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം വിന്നറിൻ്റെ ഗൈഡുകൾ ഇറക്കും. അതെൻ്റെ മക്കൾക്ക് എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കിട്ടുക? സിലബസ് മാറല്ലേ? പക്ഷെ നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യും, ചിലപ്പോൾ പുതിയ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നാലും കുറച്ച് ടോപ്പിക്സ് എന്തായിരിക്കും? പഴയത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും, അതിൻ്റെ നോട്ട്സ് കിട്ടും. പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും എഴുതാൻ പോകുന്നത് എന്താണ്? പബ്ലിക് എക്സാം ആണ് അല്ലേ. അപ്പോൾ ആ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് വേണം. അതും എൻ്റെ മക്കൾക്ക് എവിടെ കിട്ടുന്നുണ്ടാവും? നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ കിട്ടുന്നുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 4999 എന്ന് പറയുന്ന പൈസയ്ക്കാണ്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇയറിൻ്റെ ഫീ ആണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കണ്ട. അതുമാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഒരു മാസത്തേക്കോ ഒരു സബ്ജക്റ്റിനോ വേണ്ടിയിട്ടല്ല, കംപ്ലീറ്റ് ഇയറിന് കംപ്ലീറ്റ് സബ്ജക്ട്സ് ആണ്.
ഓക്കെ. ആൻഡ് ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്താണ്, ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട മിസ് SSLC നെക്സ്റ്റ് ഇയർ അല്ലേ, ഞങ്ങളിപ്പോൾ 9ാം ക്ലാസ് അല്ലേ മക്കളെ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് 9ൻ്റെ ആൽഫ ബാച്ച് ഫ്രീ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിനെ ആലോചിച്ച് പേടിയുണ്ട്, ക്ലാസ് ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, എവിടെയും ബുക്കൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നോട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്തോളൂ. നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ സെറ്റാകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൽഫ ബാച്ചിലെ ക്ലാസ്സുകളും കിട്ടും. അങ്ങനെ 9ാം ക്ലാസ് എന്ത് ചെയ്യാം, സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ഇയറും, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 9ാം ക്ലാസ്സിലേക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾക്ക് പഠിക്കണം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് നെക്സ്റ്റ്, SSLCയിൽ നിങ്ങളുടെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ എക്സാം ഇന്നാണ്ട് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫുൾ A+ സെറ്റാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള കോൺഫിഡൻസ് എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഓൾ ദി ബെസ്റ്റ്.